തൃക്കളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ മോഷണം. പുലർച്ചെ 12:30 സംഭവം. ഓഫീസിനകത്തിരുന്ന ഒരു മൊബൈൽ ഫോണും 1 കിലോയിൽ കൂടുതൽ തൂക്കം വരുന്ന നാണയത്തുട്ടുകളും മോഷ്ടിച്ചു. മോഷണത്തിനിടെ പട്രോളിങ്ങിനായി എത്തിയ പോലീസ് ജീപ്പ് കണ്ട് മോഷ്ടാക്കൾ ഓടുന്നതും ദൃശ്യങ്ങളിലുണ്ട്. നവമി ദിനേശ് ചേരുന്നു കൊച്ചിയിൽ നിന്ന് വീണ്ടും. നവമി, ഈ മോഷണ പരമ്പര ഇപ്പോൾ പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മോഷണങ്ങളാണ് പലയിടങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ പോലീസ് ഈ മോഷ്ടാക്കളെ കണ്ടിരുന്നു. അവരെ ഈ പോലീസ് ജീപ്പ് കണ്ടപ്പോൾ മോഷ്ടാക്കൾ ഓടുന്നതൊക്കെ ദൃശ്യങ്ങളിലുണ്ട്. ഈ കള്ളന്മാരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ മോഷണം കഴിഞ്ഞ ശേഷം ഇവർ ഓടി രക്ഷപ്പെട്ടു. കുറെ ദൂരം വരെ പോലീസ് ഓടിയെങ്കിലും ഇവർ ഏതോ വഴി കൂടി പോയതിനാൽ പോലീസിന് കൃത്യമായി ഇവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ആ പരിസരം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. ഇന്ന് പുലർച്ചെ 12:30 കൂടിയായിരുന്നു സംഭവം നടന്നത്. ഈ മോഷ്ടാക്കൾ ഓഫീസിനകത്തു നിന്നും ഒരു മൊബൈൽ ഫോണും 1 കിലോയിൽ കൂടുതൽ തൂക്കം വരുന്ന നാണയത്തുട്ടുകളുമാണ് മോഷ്ടിച്ചത്. ഈ മോഷണം കഴിഞ്ഞവർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് പെട്രോളിങ്ങിന് പോയ പോലീസ് ഇവരെ കാണുന്നത്. സംശയം തോന്നിയ പോലീസ് ഇവരോട് നിൽക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ മോഷ്ടിച്ച് വരുന്ന വഴിയായതിനാൽ ഇവരെ ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ തന്നെ പോലീസിന് മനസ്സിലാവുകയും ചെയ്തു. എന്തായാലും പോലീസ്, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം, പോലീസ് ഇവരെ പിന്തുടരുന്നത്. ഒരുപാട് ദൂരം പോലീസ് ഇവരുടെ പുറകിലേക്ക് ഓടിയെങ്കിലും പക്ഷേ കള്ളന്മാർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും പോലീസ് ഇവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരുടെയും മുഖം വ്യക്തമാണ്. ഒരുപക്ഷെ നമ്മുടെ ഈ സ്ഥിരമായി മോഷ്ടിക്കുന്ന സംഘങ്ങൾ തന്നെയാണ്, മോഷണ സംഘങ്ങൾ തന്നെയാണ് ഇതെന്ന് പോലീസ് കരുതുന്നുണ്ടോ? പോലീസിന് ഇവരെ കുറിച്ച്, ഈ ദൃശ്യങ്ങളിൽ നിന്നും ഈ പ്രതികളെ കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? ഈ CCTV അടക്കം കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇവർ പോയ വഴികളിലെ മറ്റ് CCTVകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇവർ സ്ഥിരം മോഷ്ടാക്കളാണെന്നുള്ളൊരു നിഗമനത്തിൽ പോലീസ് എത്തി നിൽക്കുന്നുണ്ട്. സമീപ പ്രദേശത്ത് വീടുകളിലോ അല്ലെങ്കിൽ അമ്പലങ്ങളിലോ ഇത് ഏതെങ്കിലും തരത്തിൽ മുൻപും ഇത്തരത്തിലൊരു മോഷണം നടന്നിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ CCTVകളും പരിശോധിച്ച് ഇവർ തന്നെയാണോ അവിടെ മോഷണം നടത്തിയത് എന്നും കൂടി പോലീസിന് ഉറപ്പിക്കേണ്ടതുണ്ട്. എന്തായാലും സ്ഥിരം മോഷണം നടത്തുന്നവരാണ് ഈ സംഘങ്ങളെന്നും പോലീസിന് മനസ്സിലായിട്ടുണ്ട്. ഈ CCTV അടക്കം കേന്ദ്രീകരിച്ചുള്ളൊരു അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നു കഴിഞ്ഞു. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. പെരുമ്പാവൂരിലാണ് ക്ഷേത്രത്തിൽ മോഷണം. പുലർച്ചെ മോഷണം ഉണ്ടായത്. ഓഫീസിനകത്തിരുന്ന ഒരു മൊബൈൽ ഫോണും 1 കിലോയിൽ അധികം തൂക്കം വരുന്ന നാണയത്തുട്ടുകളുമാണ് മോഷ്ടിച്ചത്. റിപ്പോർട്ട് പൂർണ്ണമാകുന്നു.